ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, എനിക്കും സുഖം. അപ്പോൾ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മുടെ 8ാമത്തെ നോമ്പാണിത്. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാനില്ലേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഫസ്റ്റ് ഞാൻ തനിമാരി, എൻ്റെ അടുത്ത് തനിമാരി ഉണ്ടായിന്, പച്ചരി തനിമാരി, പിന്നെ ഒരു കപ്പ് തനിമാരി അത് ഞാൻ കഴുകി കുതിർത്തിട്ട് വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ കുതിർത്തിട്ട് വെക്കാം. പിന്നെ ഞാൻ 2 ക്യാപ്സിക്കം ഏത് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ അടുത്ത് റെഡും പിന്നെ യെല്ലോ കളറും ക്യാപ്സിക്കം ഉണ്ടായിന്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് ഇത് സ്വീറ്റ് കോൺ, അത് കുറച്ച് മതി. പിന്നെ അതുപോലെ അങ്ങനെ ക്യാപ്സിക്കം അങ്ങനെ ചെറിയൊരു കഷ്ണം മതി, നല്ലോണം വേണ്ട. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നോമ്പിന് എണ്ണക്കടിയൊന്നും വേണ്ടാത്തവർക്കില്ല, ഇന്ന് നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇന്നലെ, ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ആക്കുന്നത് ഇന്നല്ല, അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിന്, നല്ല അടിപൊളി ടേസ്റ്റ്. പിന്നെ ബാക്കിൻ്റെ ക്യാപ്സിക്കം ഇതേപോലെ ഡബിൾ എടുത്ത് വെച്ചെങ്കിൽ, ഒരു ടിന്നിലെടുത്ത് വെച്ചെങ്കിൽ എന്താവല, ഫ്രീസറിൽ വെച്ചെങ്കിൽ നല്ല ഫ്രഷായി തന്നെ കിട്ടും. ഇല്ലെങ്കിൽ സിബ്ലോക്കിൻ്റെ കവറില്ലേ, അതിലിട്ട് വെച്ചെങ്കിൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം. ഇൻഷാ അല്ലാ നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പോൾ ഇതാ നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ ക്യാപ്സിക്കത്തിനെ മുറിച്ചെടുക്കും. ഞാൻ ഇതിലെ ചിക്കനിലല്ല, ബീഫിലാണ് ഉണ്ടാക്കുന്നത്. ബീഫിൻ്റെ കീമ സൈസ് പോലെ ആക്കിയിട്ട് ബീഫിനെ ഇത് അതിൽ ഉണ്ടാക്കുന്നതാണ് സ്നാക്സ്. നല്ല അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല നമ്മളെ ചെറിയ നല്ലൊരു മണവും അങ്ങനെ ക്യാപ്സിക്കം എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത്, പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്വീറ്റ് കോണും പിന്നെ ഗ്രീൻ പീസ് അതുപോലെ ഇത് ബോയിൽ ചെയ്ത് ഗ്രീൻ പീസ് കിട്ടുമല്ലോ, അതെടുത്താൽ മതി. മറ്റേ ഗ്രീൻ പീസ് അത്ര ടേസ്റ്റ് ആകുന്നില്ല അങ്ങനെ. അപ്പോൾ കുറച്ച് ഒരു കൈ പൊടി മതി, നല്ലോണം എടുക്കണ്ട. നല്ലോണം എടുക്കുമ്പോൾ നമുക്ക് അപ്പത്തിലേക്ക് ഇട്ടിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് രണ്ടും കുറച്ച് സമാക്കിയിട്ട് ഒരേപോലെ എടുത്താൽ മതി. പിന്നെ ഒരു നീരുള്ളി വലുതല്ല, ചെറിയതുമല്ല, ഒരു മീഡിയമായിട്ടുള്ള ഒരു നീരുള്ളിയിലേക്ക് എടുത്ത് അതും അങ്ങനെ നല്ലതുപോലെ സ്ലൈസായിട്ട് മുറിച്ചിട്ട് എടുക്കുക. പിന്നെ എങ്ങനെയുണ്ട് എല്ലാവരോടും നോമ്പ്? ഭയങ്കര ചൂടല്ലേ, ചൂട് കാലത്ത് നമ്മൾ നല്ല എന്തില്ലെങ്കിൽ എണ്ണക്കടി ഇങ്ങനെ അധികം നല്ലോണം കഴിക്കണ്ട, നല്ലതുപോലെ വെള്ളം കുടിക്കണം. പിന്നെ അതല്ലാണ്ട് ജ്യൂസാക്കുന്ന സമയത്ത് അങ്ങനെ നല്ല തണുത്ത് നമുക്ക് വയറ്റിലേക്ക് തണുപ്പ് കിട്ടുന്ന ജ്യൂസില്ലേ, അത് കുടിക്കണം. അപ്പോൾ നമ്മളെ ക്ഷീണമെല്ലാം മാറും. അപ്പോൾ ഒരു പാൻ വെച്ചതിലേക്ക് ഞാനല്ലേ ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട്, പിന്നെ നമ്മൾ നീരുള്ളി മുറിച്ചത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. എനിക്ക് തക്കാളി അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ നീരുള്ളി മുറിച്ചത് ഫ്രൈ അല്ല, ഒരു മീഡിയം പോലെ ആക്കിയിട്ട് എടുക്കാം. നല്ലോണം ഇത് ഫ്രൈ ആവാൻ പാടില്ല. അങ്ങനെ അതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അങ്ങനത്തെ എല്ലാം ഇട്ടത് കൊടുത്തിട്ട് ഒരുപോലെ ഞാൻ ഇതാക്കിയിട്ട് എടുക്കും. പിന്നെ ഞാൻ ഇത് വോയിസ് കൊടുക്കുമ്പോഴല്ലേ പുറത്തുനിന്ന് നല്ലതാണ്, കാക്കിൻ്റെയും പൂച്ചേൻ്റെയും അങ്ങനെ ഇങ്ങനെ എല്ലാ വോയിസ് ഇതിൽ നമുക്ക് കേൾക്കുന്നു. ഇതിലേക്ക് ഞാനില്ലേ കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുത്ത്, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പ് 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമ്മളിലേക്ക് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, നീരുള്ളി ഇത് ഫ്രൈ ആകാൻ പാടില്ല, ഇതുപോലാണ്. പിന്നെ ബീഫ് കീമാൻ്റെ കീമാക്ക് മുറിച്ച ബീഫില്ല, അതുപോലെ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഇത് ഒരു അരമണിക്കൂർ വേവാൻ വേണം. ബീഫ് നല്ലതുപോലെ വേവണം, വെന്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ബീഫിൻ്റെ ഒരു സ്മെല്ലെല്ലാം കിട്ടും. അല്ല വേവാണ്ട് ഇങ്ങനെ വെച്ചെങ്കിലേ
അതിലേക്ക് ഇട്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് വേണമെങ്കിലേ ഇതിന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഞാൻ പിന്നെ ഫ്രൈ പാനിൽ ഇങ്ങനെ ഒന്ന് വേഗം ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തത്. എളുപ്പത്തിൽ പണി നമുക്ക് കുക്കറിലിട്ടിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കുക്കറിലിട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂറിൽ ഇത് വേവിച്ചിട്ടെടുക്കാം. അതിലേക്ക് ചെറിയ കീമാൻ്റെ സൈസല്ല, അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് കിട്ടും. അതാ പിന്നെ ഇതാ ചെറിയ അരിയല്ല, ചെറിയ കുതിർത്ത് വെച്ച് ഇതും അങ്ങനെ ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് വെച്ചാൽ മതി. പിന്നെ നല്ലോണം കുതിർത്തിട്ട് വെക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ചെറിയ അരിയിൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴല്ല തനിമാരി ഇല്ലേ, അത് തനിമാരി നല്ല ഒരു സ്മെല്ലല്ലേ. അപ്പോൾ വേറെ എന്തും ഇടണമെന്നൊന്നുമില്ല തനിമരിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പച്ചരിയിലെങ്കിൽ അത്ര നമുക്ക് നല്ലോണം നല്ല ഇത് കിട്ടാമല്ലോ. പിന്നെ അത് പിന്നെ ഞാൻ വെള്ളത്തിന് പകരമില്ല പാലൊഴിച്ച് കുറച്ച് ഒഴിച്ചിട്ട് കൊടുക്കണം, നല്ലോണം വെള്ളമാകാൻ പാടില്ല. പിന്നെ ഒരു സ്പൂണിൻ്റെ അകത്ത് എണ്ണ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്ത്, ഇതിൽ മിക്കവാറും ഓയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്കില്ല ഇത് നോമ്പ് തുറന്നിട്ടാകുമ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് മതിപ്പ് വരല്ല, ഒരു ക്ഷീണം വരാല്ല, നല്ലൊരു ഇത് വരും. പിന്നെ 2 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മുട്ടയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിനുക്കത്തിൽ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു സ്പൂണ് ഉപ്പ് പാകത്തിന് നമുക്ക് എത്ര വേണ്ടത് അത്ര ഇടാം ഉപ്പ്. പിന്നെ നല്ലതുപോലെ മിക്സിയിൽ ഞാൻ ഇത്രയാണ് ഉപ്പിട്ടിട്ട് കൊടുത്തിരുന്നത്. പിന്നെ എനിക്ക് ഉപ്പ് നല്ലോണമായെങ്കിൽ ആ ഫുഡ് അന്ന് ഫ്ലോപ്പായി. എനിക്ക് ഉപ്പ് കുറഞ്ഞത്ര നല്ലത്, ഉപ്പ് നല്ലോണം ഉപ്പെല്ലാം കുറഞ്ഞത്ര നല്ലത്. ഇത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചിട്ടെടുക്കുക, നല്ല മിനുക്കടിക്കണം, എന്തെങ്കിലും ഒരു തരി ഇതാവാൻ പാടില്ല. അങ്ങനെ അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടാകുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നു. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇങ്ങനെ അരിച്ചിട്ടെടുക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതാ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കോണ്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതും ഇടാം. എൻ്റെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് തന്നെ ധാരാളം, നല്ല ഇത് രണ്ടും ഉണ്ടല്ലോ, ഇത് പിന്നെ ധാരാളം. എന്തും നല്ല എളുപ്പത്തിൻ്റെ എന്തൊരു പണിയൊന്നുമില്ല, നമുക്ക് വേഗം പെട്ടെന്നാകുന്ന ഒരു സ്നാക്സൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ ഇത് ബീഫ് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കാം. മിക്സാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മിക്സ് ചെയ്യില്ലെങ്കിൽ നല്ലതുപോലെ മിക്സാക്കണം. നമ്മളെ ഈ ബീഫിൻ്റെ കണ്ടല്ലേ വേറെ ഇങ്ങനെ ആവണം. നല്ലതുപോലെ ഒരു 5 മിനിറ്റ് മിക്സാക്കിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്ന ടിന്നില്ലേ, ഇതിന് ആവിയിൽ വെച്ചിട്ട് വേവിക്കാൻ. പിന്നെ കേക്കെല്ലാം ഉണ്ടാക്കുന്ന ടിന്ന് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ പറ്റിയിട്ട് പൊടിക്കണ്ടല്ലോ. അത് ഫസ്റ്റ് നമ്മൾ ഏത് പാത്രത്തിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. പിന്നെ വായിലേക്ക് ഞാൻ കടലാസോ പിന്നെ വാട്ടർ പേപ്പറോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ നല്ല ഇതന്നെ കൊടുത്തിന്. എന്തെങ്കിലും വായൻ്റെ ഇല മുറിച്ചിട്ട് കുറച്ച് വാട്ടണം, ഗ്യാസിൽ ഇങ്ങനെ കുറച്ച് വാട്ടിയിട്ട് പിന്നെ അത് വെച്ചിട്ട് കൊടുക്കുക, നല്ലതുപോലെ വെച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഈ മാവ് ഒഴുകി പോകാത്ത മട്ടം പിന്നെ നല്ലതുപോലെ ഇതാക്കിയിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം, സൈഡ് ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ടതിന് അതിലേക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം വായ ഇല ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ ഈ മാവ് കുറച്ച് ലൂസായിട്ടുണ്ട മാവല്ലേ, അത് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് ആ സൈഡിലേക്ക് ഒഴിത്ത് പോകും. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുമ്പോൾ ഇത് നേരെ നിൽക്കുന്നു. എന്നിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നല്ല അടിപൊളി. ഇപ്പം നമുക്ക് എണ്ണ കഴിക്കാൻ കഴിയാത്തവർക്കല്ല ഈ നോമ്പിന് കുറച്ച് ജ്യൂസിൻ്റെ ഒക്കെ ഈ ഒരു അപ്പം കഴിച്ചങ്ങനെയല്ല. പിന്നെ നമുക്ക് വേറെ ഒരു അപ്പം പിന്നെ എണ്ണക്കടിയോ അല്ലാണ്ട് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കുന്ന അപ്പമില്ല, അതൊന്നും നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ തന്നെ ഫില്ലായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമെല്ലാം നമ്മൾ ഇതിലിട്ടിട്ടുണ്ടത്. ഗ്രീൻ പീസ് ആയെങ്കും പിന്നെ ക്യാപ്സിക്കായെങ്കും സ്വീറ്റ് കോൺ ആയെങ്കും പിന്നെ മുട്ട, അങ്ങനെ ഇങ്ങനെയല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് എന്നല്ലേ നമ്മൾ ഇട്ടിട്ട് കൊടുത്തിന്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല.
ഇനി ഇത് അപ്പച്ചമ്മ നമ്മളുടെ കാസർഗോഡ് അപ്പച്ചമ്മ എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ കടുമ്പ് ചൂടുന്ന ചട്ടിയില്ലേ അതിന് അപ്പച്ചമ്മ എന്നാണ് പറയൽ. അപ്പോൾ അത് നല്ലതുപോലെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് മതി ആ ആവിയിൽ അതിനെ വേവിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ആവിയിൽ വേവിച്ച അപ്പം ഇവിടെ റെഡിയായി. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ നോമ്പ് തുറക്കാൻ റെഡി ആയിക്കൊണ്ട് വന്നപ്പോഴേക്ക് ഞാൻ വേറൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കിന്, ഒരു സ്നാക്സ്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ്. അത് പിസ്സ പോലത്തെ ഒന്നാണ്. അപ്പോൾ അത് ചെറിയ പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ട് പിന്നെ ഇത് നല്ലതുപോലെ നല്ല വെന്ത് കെട്ടിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കെട്ടീന്. അപ്പോൾ ഇത് കഴിക്കാനും അങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു നല്ലൊരു സ്മെല്ല്, വെറൈറ്റി ഒരു അപ്പമായിട്ട് കിട്ടീന് നമുക്ക്. ഇത് ഇതെല്ലാം ഇപ്പോൾ മക്കൾ കാണുമ്പോഴൊക്കെ നല്ലതുപോലെ ഇത് കഴിക്കും. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള, ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ, നമ്മൾ നേരിട്ട് കാണുമ്പോഴേക്കില്ല നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു അപ്പം പോലെയാണ് തോന്നുന്നത്. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ അപ്പോൾ 8ാമത്തെ നോമ്പും കഴിഞ്ഞ്, നോമ്പ് തുറന്നതാണ്. പിറ്റേന്ന് ഞാൻ ഇത് എഡിറ്റാക്കിയിട്ട് വോയിസ് ഓവർ ഇട്ടത് കൊടുക്കുന്നതാണ്. അതും കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് 9ാമത്തെ നോമ്പിലാണ് ഉണ്ടത്. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് നല്ലൊരു തടിക്ക്, ആരോഗ്യത്തിനും ആഫിയത്തിനും നമുക്ക് തെറ്റ് നല്ലതുപോലെ നോമ്പ് നോക്കാനും എല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.